അപ്പോൾ നമ്മൾ ഇന്ന് റമദാൻ 2 ആണല്ലോ. ഉമ്മച്ചി ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഞാനിപ്പോൾ കസ്റ്റാർഡ് ഉണ്ടാക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൂ ഉണ്ടാക്കണം. പിന്നെ ഇന്ന് വേറെന്താ, കരി ഉണ്ടാക്കണല്ലേ? കരി ഉണ്ട്. പിന്നെ ഇവൻ്റെ സ്പെഷ്യൽ ഒരു ചിക്കൻ റെസിപ്പി ഉണ്ട്. നവൻ തന്നെ പറയുന്നുണ്ട്. തിന്ന് നോക്കിയിട്ട് നമുക്ക് പറയാം സ്പെഷ്യലാണോന്ന്. പിന്നെ ഒന്നേതെന്താ, അപ്പോൾ നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കാം. വാ. കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് പാലെടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് പാലേ എടുത്തിട്ടുള്ളൂ. അതൊന്ന് അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. കൂടുതലെടുത്തിട്ട് ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര, ഞാനിപ്പോൾ ഇവിടെ 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് പാലെടുത്തിട്ട്, ഒരു 1/2 ഗ്ലാസ് പാലെടുത്തിട്ട് അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ പാല് തിളയ്ക്കുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ പാല് കുറച്ച് തിക്കാവും. എന്നിട്ട് പിന്നെ നമ്മളതങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്താ പറയുക, ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ ഇത് കട്ട്ലേറ്റിൻ്റെ മിക്സാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റസ്ക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഞാൻ ഇതുപോലൊരു മൂടിപ്പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് റസ്കിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാതും നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് റസ്ക് പൊടിയിലൊക്കെ മുക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇതൊരു 4 മണിയുടെ ടൈമിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 6:15 ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ ഫ്രൈ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി ഉമ്മച്ചി ഓൾറെഡി ഇടിയപ്പം ഉണ്ടായി കഴിഞ്ഞു. പിന്നെ കട്ട്ലേറ്റിന് ഞാൻ ഇത് ബ്രെഡ് ക്രംസൊക്കെ ഇതാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നോമ്പ് തുറക്കാണ് ആ ടൈം ആകുമ്പോഴേ നമ്മളെടുത്ത് ഫ്രൈ ചെയ്യുള്ളൂ. അപ്പോൾ ചൂടുണ്ടാവുമല്ലോ, ചൂട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ സ്റ്റൂ ആണ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്റ്റൂ ഉണ്ടാക്കുന്നത്. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് കറി ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയുണ്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത്, ഗാർലിക്ക്, പച്ചമുളക്, 2 ക്യാരറ്റ്, ഒരു പൊട്ടറ്റോ, പിന്നെ ഓണിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത്, ചിക്കൻ. ഇത്രയും സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് സ്പൈസസ്, 6 ഏലക്കായും അതുപോലെ തന്നെ 2 കറുകപ്പട്ട അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ കളറ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഞാനിവിടെ ചെറുതായിട്ടാണ് ചോപ്പ് ചെയ്തേക്കുന്നത്. സവാള ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ കളർ മാറുന്നത് വരെയും, സവാളേൻ്റെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനിടയ്ക്ക് ഉപ്പ് നോക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം.
ഞാനിവിടെ 2 കപ്പ് രണ്ടാം പാലാണ് ഇട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണം, അതുപോലെ തന്നെ പൊട്ടറ്റോയും ക്യാരറ്റും വേവണം. അപ്പോൾ ഞാൻ രണ്ടാം പാൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ആ 2 കപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 6 അല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ചതച്ച കുരുമുളക് പൊടി, ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ വേറെ മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ എരിവിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഗരം മസാല, 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാം പാലൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, ചിക്കനും വെന്തിട്ടുണ്ട്. ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം നമുക്ക് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നൊരു ചൂടായാൽ മതി. എന്നിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്തിടാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നട്ട്സും അതുപോലെ തന്നെ ഉള്ളി ഇട്ടിട്ട് നട്ട്സ് ആദ്യം വറുത്തെടുക്കാം. അതിന് ശേഷം ഉള്ളി അരിഞ്ഞിട്ടൊന്ന് താളിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ല പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞു, ഒരുപാട് ടൈമൊന്നും എടുത്തില്ല. അപ്പോൾ ഇതാ കണ്ടില്ലേ, അടിപൊളി സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് കസ്റ്റാർഡ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിലേക്ക് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് പോമഗ്രാനൈറ്റ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി മാഹിൻ്റെ എന്തോ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ, അതെങ്ങനെയാണെന്നാവാൻ തന്നെ നിങ്ങളടുത്ത് പറഞ്ഞു തരും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി. ഇതിൻ്റെയൊക്കെ ആവശ്യമായിട്ട് കുറച്ച് മല്ലി വേണം, ചെറിയ ജീരകം, പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിയ ജീരകം വേണം, അതിന് തന്നെ പെരുംജീരകം എന്താ പറ്റേ, കുരുമുളക് വേണം, പിന്നെ ഉണക്കമുളക് നമുക്കത് കട്ട് ചെയ്തിടാം. കട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ്. മല്ലി, ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക്, ഇത്രയും നമുക്കിനി വറുത്തെടുക്കണം. അതിന് ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് വറുത്തെടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഒന്ന് ചൂടാവണ വരെ, ഒരു മണമൊക്കെ വരും, അതുവരെ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പച്ച മസാലയാണ്. ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, വെളുത്തുള്ളി പിന്നെ പച്ചമുളക്, മല്ലിയിലയും കറിവേപ്പിലയും നാരങ്ങയും, ഇത്രയാണ് പച്ച മസാലയായിട്ട് വേണ്ടത്. വെളുത്തുള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലിയോട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ കിട്ടും, അതുകൊണ്ടാണ് തൊലിയോട് എടുത്തേണേ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് കോഴിയിലേക്ക് പിടിപ്പിക്കാം. പൊടി ഇട്ടു, പച്ച മസാല ഇട്ടു. ഇനി നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. കുരു കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചത്, പക്ഷേ കുരു വീഴുണ്ട്, അപ്പോൾ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇനി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇനി അപ്പോൾ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി എന്തോരം അളവെന്ന് അറിയില്ല, എത്ര 2-3 പ്രാവശ്യം ഇട്ടു. ഗരം മസാല കുറച്ച്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ നമുക്ക് മുട്ടയുടെ വെള്ള വേണം. വെള്ള ഉണ്ണി മാറ്റിയിട്ട് വെള്ള മാത്രം ഒഴിക്കുക. പിന്നെ അരിപ്പൊടി കുറച്ച് ചേർക്കണം. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യണം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടപടി ആവില്ല. അപ്പോൾ നമ്മൾ സ്പൂൺ മാറ്റിയിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യണം. കൈ കൊണ്ട് മിക്സ് ചെയ്താലാണ് മൊത്തത്തിൽ മസാല പിടിക്കുള്ളൂ. അപ്പോൾ മായൻ്റെ ചിക്കൻ മായനവിടെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ടൈം 6:15 ഇനി നമുക്ക് കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാം. കട്ട്ലേറ്റ് പൊരിക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുക്കാം. പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ എല്ലാം സെറ്റാക്കി വെച്ചേക്കുന്ന റസ്ക് പൊടിയൊക്കെ വെച്ച് കോട്ട് ചെയ്ത് വെച്ചേക്കുന്ന കട്ട്ലേറ്റ് നമുക്ക് എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ ഇട്ട് വറുത്തെടുക്കാം.
നല്ല അതിൻ്റെ മാത്രമേ കിട്ടുള്ളൂ. കട്ട്ലേറ്റ് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. സ്പൂണാ അങ്ങനെയുണ്ട്. കട്ട്ലേറ്റ് മുറിച്ച് കഴിച്ച് നോക്കൂ. അപ്പോൾ നോമ്പുകാരൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ കോഴ്സായിട്ട് ഇടിയപ്പവും സ്റ്റൂ ആണ്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. മയം കഴിച്ചിട്ട് എങ്ങനെയെന്ന് പറഞ്ഞാടാ. അടിപൊളി. നല്ലതാണോ? അടിപൊളി. ഞങ്ങൾ കഴിക്കട്ടെ. മൈൻ്റെ നേരത്തേക്ക് ഒരു കൂട്ടി തീർത്തു. എൻ്റെ നേരത്തേക്ക് കൂട്ടിയിരിക്കുന്നുണ്ട്. ഡീപ് ഫ്രൈ അല്ല ചെയ്യേണ്ടപ്പോൾ ഒന്ന് ഒഴിക്കാൻ കൂടെ. ഇത് അറിയാനും പാടില്ല. ഇത് അപ്പോൾ മൈൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫ്രൈ ചെയ്യട്ടെ. ഇനി എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ആയിട്ടാണ്. അതെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ. ബൈ.